ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ രാജ്യം വിട്ടു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് സൂചന. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും തൗബയാണ് ചേരുന്നത്. തൗബ, വലിയ തരത്തിലുള്ള പ്രക്ഷോഭവും സംഘർഷവുമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു, പ്രധാനമന്ത്രി പദം രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിലേക്ക് എത്തിയെന്നും സൂചനയുണ്ട്. നിലവിൽ ഏത് രീതിയിലാണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായാണ് പറയുന്നത്. രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചതായാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരം. പ്രധാനമന്ത്രി, അതായത് സംവരണ പ്രക്ഷോഭം കനത്തതോടെ രാജ്യം വിടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ഏകദേശം 300-ലധികം പേരാണ് ബംഗ്ലാദേശ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് സംവരണ വിഷയത്തിലുണ്ടായ വലിയൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ജൂലൈ 15 മുതൽ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയെല്ലാം ഇന്ത്യ നാട്ടിലേക്ക് മടക്കി വന്നിരുന്നുവെങ്കിലും ബംഗ്ലാദേശ് വിഷയത്തിൽ ഇതുവരെയും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. തുടക്കത്തിലൊക്കെ ആഭ്യന്തര പ്രശ്നമായിട്ടായിരുന്നു ഇന്ത്യ പ്രശ്നത്തെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് തുടർന്നോളൂ തൗബ. ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. വെറും ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇതിൽ ഇന്ത്യയുടെ ഈ മൗനത്തിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ പല നിക്ഷേപങ്ങളും ബംഗ്ലാദേശിനെ മുന്നിൽ കണ്ടിട്ടായിരുന്നു. ഏകദേശം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശിൽ ഇന്ത്യ 15 ബില്യൺ കോടി ഡോളറിന്റെ വ്യാപാര ബന്ധമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഒപ്പം ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ ഒരു ബഫർ സോൺ കൂടിയായിട്ടാണ് ബംഗ്ലാദേശിനെ കണക്കാക്കുന്നത്. നിലവിൽ 1160 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യൻ വൈദ്യുതി ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ധാരാളം നിക്ഷേപങ്ങളും വ്യാപാര താല്പര്യങ്ങളും ഇന്ത്യക്ക് ബംഗ്ലാദേശ് മേലുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടരുന്നത് നല്ലതാണെന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഇന്ത്യയും നിൽക്കുന്നത്.